ഹലോ ഗീസ് ഗെയിമർമാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടാ ഷിൻചാനെ കിടന്നുറങ്ങാൻ നോക്കടാ, മണി 12 മണിയായി. ഇപ്പം നമ്മൾ ഉറങ്ങാനൊക്കെ വൈകുന്നുണ്ട്. നിനക്ക് നാളെ രാവിലെ എണീറ്റ് സ്കൂളിൽ പോകാനുള്ളതല്ലേ, കിടന്നുറങ്ങടാ. ഇപ്പം നീ ഉറങ്ങാന്നൊക്കെ പറയാം. നീ രാത്രി 1 മണി വരെ ഇരിക്കും കേട്ടോ. രാവിലെ സ്കൂളിൽ പോകാൻ വിളിക്കുമ്പോൾ എണീക്കത്തില്ല. എന്താടാ, ആരും വിളിക്കുന്നുണ്ടല്ലോ. ഇത് മൈക്കിളല്ലേ? എന്തായാലും എടുത്തു നോക്കാം. ഹലോ, എന്താടാ മൈക്കിള്? ഓടാ ഫ്രാങ്ക്ലിന്, അത് പിന്നെ നമ്മൾ നാളെ ഒരു ഗോവ ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ നീ വരുന്നുണ്ടോ ഫ്രാങ്ക്ലിന്? എന്താടാ ഗോവ ട്രിപ്പാ? ഗോവ ട്രിപ്പ് എപ്പോഴാണ്? അടുത്ത ആഴ്ച, അടുത്ത മാസമാ? എന്താടാ അടുത്ത ആഴ്ചയാ? എടാ നാളെ പറഞ്ഞാൽ കേട്ടില്ലേ, നാളെയാണ് ഗോവ ട്രിപ്പ് ഞങ്ങൾ പോകുന്നത്. നീ വരുന്നുണ്ടോ? എന്താടാ ഈ പാതിരാത്രിക്ക് വിളിച്ചിട്ട് നാളെ ഗോവ ട്രിപ്പ് പോകുന്നോ? അത് പിന്നെ നിൻ്റെ അടുത്ത് പറയാൻ മറന്നു പോയതാ ഫ്രാങ്ക്ലിന്. നീ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞങ്ങൾ പോയിക്കോളാം. നീ വരുന്നുണ്ടെങ്കിൽ വാ. എന്താടാ ഈ പാതിരാത്രിക്ക് വിളിച്ചൊക്കെ പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം നാളെ വരണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരി, ഞാൻ വരാം. അപ്പോൾ എങ്ങനെയാ? നാളെ ഇനി ഞാൻ നേരത്തെ എണീറ്റ് വണ്ടിയൊക്കെ കഴുകണം. എന്താടാ വണ്ടി കഴുകണമെന്നോ? എടാ വണ്ടിയൊന്നും കഴുകണ്ട. എന്താടാ വണ്ടി കഴുകണ്ടേ? അപ്പോൾ നീ വണ്ടി ഏർപ്പാട് ചെയ്യുമോ? ആടാ ഫ്രാങ്കിലെ, ഒരു ബസ് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ പോയിട്ട് നീ ആ ബസ് എടുക്കണം. മൈക്കിൾ പറഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞാൽ മതി. അഡ്വാൻസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കാശ്. എന്താടാ ബസ്സാ? ഞാനും നീയും പിന്നെ ഷിൻചാനും കൂടെ പോകാൻ ബസ്സാ? എടാ ഫ്രാങ്ക്ലിനെ, ഞാനും നീ ഷിൻചാനും മാത്രമല്ല. ഞാൻ, നീ, പിന്നെ ഷിൻചാൻ, പിന്നെ ട്രെവർ, പിന്നെ ടോണി സ്റ്റാർക്ക്, പിന്നെ ചിങ്കം സാറ്, ഇത്രയും പേരുണ്ട്. പിന്നെ ബസ്സിലല്ലാതെ. എന്താടാ ഇത്രയും പേരുണ്ടോ? ശരി, നീ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടോ ബസ്സിന്? ഓടാ, ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. നാളെ രാവിലെ നീ പോയിട്ട് ആ ബസ് നമ്മുടെ സുഗുണൻ്റെ ബസ്സാണ്. ആ സുഗുണൻ ബസ് കൊടുക്കുന്ന സ്ഥലം അറിയാമല്ലോ. അവിടെ പോയിട്ട് മൈക്കിള് കാശ് തന്നായിരുന്നു പറഞ്ഞാൽ മതി, അവൻ ബസ് തന്നോളാം കേട്ടോ. ആ ബസ്സും കൊണ്ട് നീ വന്നാൽ മതി. എന്താ? ശരി, നാളെ രാവിലെ അല്ലേ? ഓക്കെ, ശരി. ഇനി പെട്ടിയൊക്കെ പാക്ക് ചെയ്യണമല്ലോ. അല്ലടാ മൈക്കിളെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ? എന്ത് കാര്യം? എടാ അത് പിന്നെ ഈ ഗോവ ട്രിപ്പ് എത്ര ദിവസത്തേക്കാ? എടാ അതൊരു 8 ദിവസത്തെ ട്രിപ്പാണ്. അതായത് നമ്മൾ ഗോവയിൽ പോയിട്ട് ബീച്ചിലൊക്കെ പോയിട്ട് അടിച്ചു പൊളിക്കുന്നു, അത്രേ ഉള്ളൂ. എന്താ? ഓക്കെ. അപ്പോൾ ശരി മൈക്കിളെ, നീ ഫോൺ വെച്ചോ. നാളെ രാവിലെ നേരത്തെ എണീക്കണമല്ലോ. ശരി, ഞാൻ എന്തായാലും ബസ്സും കൊണ്ട് വരാം. ശരിയോടാ, നീ കിടന്നുറങ്ങാൻ നോക്കും. നാളെ രാവിലെ എണീക്കണ്ടേക്കോ അല്ലേ? ഓക്കേടാ മൈക്കിളെ, അപ്പോൾ ശരി എന്നാ. എന്താ ഗോവ ട്രിപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ? എന്താടാ ഗോവ ട്രിപ്പ്? അത് ഒന്നുമില്ല. നാളെ രാവിലെ നമ്മൾ ഗോവയിൽ ട്രിപ്പ് പോകുന്നുണ്ട്. അതായത് ബസ്സൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഗോവ ട്രിപ്പോ? അപ്പം ഞാൻ നാളെ എങ്ങനെ സ്കൂളിൽ പോകും? എന്താടാ? നിൻ്റെ അടവൊക്കെ എനിക്ക് മനസ്സിലായി. ആടാ ഷിൻചാനെ, അങ്ങനെയാണെങ്കിൽ നീ സ്കൂളിൽ പോയിക്കോ, ഞങ്ങൾ പോയിട്ട് വരാം. അത് കുഴപ്പമില്ല ഫ്രാങ്കമ്മ, ഞാനും വരാം. അവൻ അല്ലാത്തപ്പോൾ അവൻ സ്കൂളിൽ പോകാൻ മടിയാണ്. അവൻ ഓരോ ന്യായവും കൊണ്ട് വരുന്നു. അവന് സ്കൂളിൽ പോകാൻ മടിയില്ല എന്ന് കാണിക്കാൻ വേണ്ടി അവൻ പറഞ്ഞ വർത്താനമാണ്. കൊള്ളാടാ ഷിൻചാനെ, കൊള്ളാം. ഫ്രാങ്കമ്മ, അപ്പോൾ നാളെ രാവിലെയാണോ പോകുന്നത്? ആടാ ഷിൻചാനെ, നാളെ രാവിലെ കിടന്നുറങ്ങാൻ നോക്ക്. എടാ ഷിൻചാനെ, നീ സ്കൂളിൽ പോയില്ലേ? ഫ്രാങ്കമ്പേ, ഇന്നലെ നമ്മൾ ഗോവ ട്രിപ്പ് കൊണ്ട്. ഫ്രാങ്കമ്പ എല്ലാം മറന്നുപോയോ? എന്താടാ ശരിയാണല്ലോ ഷിൻചാനെ, നമുക്ക് ഇന്നലെ ഗോവ ട്രിപ്പ് പോകണ്ട. മൈക്കിള് പറഞ്ഞ പോലെ നമ്മുടെ സുഗുണൻ ബസ് കൊടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമുക്ക് ബസ്സൊക്കെ വാങ്ങിക്കുള്ളൂ അല്ലേ? അവൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോയിട്ട് ആ ബസ് എടുക്കണം വാടകയ്ക്ക്. ഓക്കെ, അവൻ ബസ്സിൻ്റെ കാശ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്കത് ഓർത്ത് പേടിക്കണ്ട. എടാ ഷിൻചാനെ, ഞാൻ പോയിട്ട് ആ ബസ് എടുത്തിട്ട് വരാം. നീ ഇവിടെ ഇരുന്നിട്ട് ആ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നീ ഒരുങ്ങാൻ നോക്കുക. നമുക്ക് ബസ് എടുത്തിട്ട് അവരെയൊക്കെ വിളിച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ, നമുക്കെന്തായാലും ആ ബസ് എടുക്കാം ഗൈസ്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും വേഗം തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്തറിയിക്കുക ഗൈസ്, കമൻറ്റ് ചെയ്തറിയിക്കുക. നമുക്കെന്തായാലും ഇവിടെ ഷിൻചാനെ ആ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എൻ്റെയും നിൻ്റെയും ഉടുപ്പൊക്കെ എടുത്ത് വെക്ക്. ഒന്നും മിസ്സാവല്ലോ, എല്ലാം എടുത്ത് വെച്ചോ. ഓക്കെ, 8 ദിവസത്തെ ട്രിപ്പൊക്കെ അല്ലേ? അപ്പോൾ നമുക്കെന്തായാലും പോവാം. ഓക്കെ, നമ്മളാണെങ്കിൽ സുഗുണം ബസ് എടുക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വെയിറ്റ് മിനിറ്റ്. മൈക്കിളിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി. അവനെ വിളിച്ചിട്ട് ആ കാര്യം ചോദിക്കണം.
ഓക്കെ അവനെ വിളിക്കാം. അവൻ ആ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഹലോ മൈക്കിളെ. ആടോ ഫ്രാങ്ക്ലിനോ, നീ എന്താ ബസ്സൊക്കെ എടുത്തോ? ബസ് എടുക്കാം, നിൽക്ക്, ഞാൻ അങ്ങോട്ട് പോവാണ്. പക്ഷേ ഈ ബസ്സിൻ്റെ ഡ്രൈവർ ആരാ? എടാ അതെന്ത് ചോദ്യം, അത് നീ തന്നെ. എന്താ ഞാനാ? ആടാ ഫ്രാങ്ക്ലിന്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിനക്കല്ലേ ഹെവി ലൈസൻസ് ഉള്ളൂ, നീ ഓടിക്കണം. പിന്നെ വേറെ ഡ്രൈവറിനെ വെച്ചുള്ള കാശ് ലാഭിക്കാമല്ലോ. എന്താ ഞാൻ ബസ് ഡ്രൈവറാവണം? ഓ, അപ്പോൾ നിങ്ങളൊക്കെ ബാക്കിൽ കിടന്നുറങ്ങും, ഞാൻ വണ്ടി ഓടിക്കണം അല്ലേ? ആടാ ഫ്രാങ്ക്ലിന്, എനിക്ക് ബസ്സൊക്കെ ഓടിക്കാൻ അറിയാം. ഇടയ്ക്ക് വല്ല ഞാൻ ഓടിക്കാം, പക്ഷേ എനിക്ക് ഹെവി ലൈസൻസ് ഇല്ല. നിനക്കാകുമ്പോൾ ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇടയ്ക്ക് വേണേൽ ഞാൻ ഓടിക്കാം. എന്താ? ശരി, ഞാൻ തന്നെ ഓടിക്കണം വണ്ടി, എന്ത് കാര്യം വന്നാലും എൻ്റെ തലയിൽ. ആടാ ഫ്രാങ്ക്ലിന്, നീ ബസ് ഓടിക്കും. നീ പോയിട്ട് ആ സുഗുണൻ്റെ കയ്യിൽ നിന്ന് ബസ് എടുക്കാൻ നോക്കും. എന്താ വെച്ചാ? ശരി. കണ്ടോ ഗൈസ്, അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. കാരണം കണ്ടോ, ഞാനായിരിക്കണം ആ ബസ്സിൻ്റെ ഡ്രൈവർ. എന്ത് ചെയ്യാൻ. അത് കുഴപ്പമില്ല, നമുക്ക് ബസ് ഓടിക്കാൻ അറിയാവുന്ന കൊണ്ട് കുഴപ്പമില്ല. നമുക്കെന്തായാലും ആ ഒരു ഡ്രൈവറിൻ്റെ കാശ് ലാഭിക്കാമല്ലോ, അതവൻ പറഞ്ഞ ശരിയാണ്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ ആ ഒരു സുഗുണം ബസ് കൊടുക്കുന്ന എവിടെയോ ആയിരുന്നല്ലോ. ആ സൈഡേ കാണുന്നതെന്ന് തോന്നുന്നു. കണ്ടോ, 2 ബസ് കിടപ്പുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ആ സുഗുണനാണെന്നാണ് തോന്നുന്നു. അതെ, ആ സുഗുണനാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, ആ മൈക്കിള് കാശ് എന്നൊന്ന് പറഞ്ഞാൽ മതി എന്നാണ്. ഓക്കെ, അവൻ കാശ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് നേരെ ബസ് എടുത്താൽ മതി, വേറെ പണിയൊന്നുമില്ല. ഓക്കെ, എടാ സുഗുണോ. ഓക്കെ, ഫ്രാങ്കിന് നീയാ? നിനക്കെന്താ ബസ് എന്നാ വേണം? സുഗുണൻ ചേട്ടാ, അത് പിന്നെ നമ്മുടെ മൈക്കിൾ അഡ്വാൻസ് ഒക്കെ തന്നായിരുന്നു. അപ്പോൾ ആ ബസ് കൊണ്ട് നമുക്ക് ഗോവ ട്രിപ്പ് പോകാനായിരുന്നേ. മൈക്കിള് പറഞ്ഞിട്ട് വന്നതല്ലേ? അവന് ബസ്സുകളിൽ കാശ് എനിക്ക് അഡ്വാൻസ് തന്നായിരുന്നു. ഈ കിടക്കുന്ന എൻ്റെ പുറകിലുള്ള ഈ ബസ്സാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളത്. ഈ ബസ് എടുത്തിട്ട് നിങ്ങൾ പോയിക്കോ. 8 ദിവസമാണ് അവൻ 8 ദിവസത്തേക്കാണ് ബസ് എടുത്തത്. ഗോവ ട്രിപ്പല്ലേ, നിങ്ങൾ പോയിട്ട് വാ. അവൻ കാശ് അഡ്വാൻസ് തന്നായിരുന്നു. ഓക്കെ സുഗുണൻ ചേട്ടാ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പുറകിരിക്കുന്ന ഈ ബസ്സാണോ? അതെ ഫ്രാങ്ക്ലിനെ, എൻ്റെ പുറകിരിക്കുന്ന ഈ ബസ്സാണ്. നീ ഇത് കൊണ്ടുപോയിക്കോ. ഓക്കെ, പിന്നെ വണ്ടിയൊന്നും ഇടിക്കാതെ നോക്കുക കേട്ടോ. എന്താ അതൊക്കെ ഫ്രാങ്ക്ലിനായിട്ട് പ്രോ ഡ്രൈവർ അല്ലേ? ഏതാ ഫ്രാങ്ക്ലിനെ, നീയാണോ വണ്ടി ഓടിക്കുന്നത്? സുഗുണൻ ചേട്ടാ, ഞാനാ വണ്ടി ഓടിക്കുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ബസ്സും കൊണ്ട് പോകാം ഗൈസ്. നമുക്ക് ബസ്സും കൊണ്ട് പോകാം. സുഗുണൻ നമുക്ക് ബസ്സൊക്കെ ഏർപ്പാട് ചെയ്ത് തന്നല്ലോ, അതുതന്നെ വലിയ കാര്യം. ഓക്കെ, അല്ല, നമ്മുടെ കാർ അവിടെ കിടക്കുമല്ലേ? അപ്പോൾ നമ്മുടെ കാറിന് ഇത് രണ്ടും കൂടെ നമുക്ക് ഓടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? ഒരു പണി ചെയ്യാം. ഈ ഒരു കാർ എടുത്തിട്ട് നമുക്ക് ഈ ഒരു കെട്ടിടത്തിൻ്റെ പുറകിൽ കൊണ്ടിടാം. അതാവുമ്പോൾ ആരും കാണത്തില്ല. പുറകിലെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടേ വല്ലതും ഇടാം. സുഗുണൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ നോക്കിക്കോളും. അല്ലെങ്കിൽ നമുക്ക് ആൾക്കാർ കാണാത്ത രീതി ഇടാം. അതായത് ഇവിടെയാണെങ്കിൽ കള്ളന്മാരെ കൊണ്ടൊരു രക്ഷയില്ല, മൊത്തം കള്ളന്മാരാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി ഇട്ടാലോ? ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കയറ്റി ഇടാകുമ്പോൾ ആൾക്കാർ ഒന്നും കാണത്തുമില്ല. അതായിരിക്കും നല്ലത്. അതാകുമ്പോൾ കുഴപ്പമില്ല, ഇതിൽ കയറ്റി ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഗോവ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ കാർ എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, അതാണ് ബെറ്റർ. നമുക്കെന്തായാലും ഇനി ബസ് എടുത്തിട്ട് വീട്ടിൽ പോകണം. എന്നിട്ട് അവന്മാരെയൊക്കെ വിളിക്കണം. അപ്പോൾ അവന്മാർ വരുവാനായിട്ട് നമുക്ക് ബസ്സും കൊണ്ട് നേരെ ഗോവ ട്രിപ്പിലേക്ക്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ കുറേ വണ്ടി ഓടിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു ബസ്സാണ്. നമുക്ക് എല്ലാവരും വന്നല്ലോ. എടാ, ഇവന്മാർ വിളിക്കാതെ തന്നെ എല്ലാവരും വന്നു കേട്ടോ. ഓക്കെ, ആ ഷിൻചാനകത്ത് പെട്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? നമുക്കെന്തായാലും അവന്മാരുടെ അടുത്ത് പോവാം. ആടാ ഫ്രാങ്ക്ലിനെ, അപ്പോൾ നീ ബസ്സും കൊണ്ട് വന്നല്ലേ? ആടാ മൈക്കിള്, ഇത് എല്ലാവരും ഉണ്ടല്ലോ. നമ്മുടെ ടോണി സ്റ്റാർക്ക്, പിന്നെ മൈക്കിള്, പിന്നെ ചിങ്ങം സാറ്, ട്രെവർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ട്രിപ്പ് പോവാം. പക്ഷേ ഷിൻചാൻ ചെറുക്ക് ഉള്ളിൽ എന്ത് ചെയ്യുവാന്ന് ഇതുവരെ നമുക്ക്, അവനാണെങ്കിൽ പെട്ടി പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇതുവരെ അവൻ പെട്ടി പാക്ക് ചെയ്തില്ലേ? അതോ അവനിനി ഒരുങ്ങുവാണോ? നമുക്കെന്തായാലും അത് നോക്കണം. ഓക്കെ, നമുക്കെന്തായാലും പോവാം. ഈ ചിങ്ങ സാർ എന്താ ടൂറ് പോയപ്പോഴും യൂണിഫോം ഇട്ട് വന്നിരിക്കുന്നത്? അതെന്തായാലും കേട്ടാ, അവരുടെ ഇഷ്ടം. ചിങ്ങ സാർ എപ്പോഴും യൂണിഫോത്തിലായിരിക്കും. എടാ ഷിൻചാനെ, നീ എന്ത് ചെയ്യോടാ ഷിൻചാനെ? ഓക്കെ, ഷിൻചാനെ നീ ഇറങ്ങിയ? ഫ്രാങ്ക് ബസ്സൊക്കെ വന്നല്ലോ, നമുക്കിനി ട്രിപ്പ് പോകണ്ടേ? ഷിൻചാനെ, നമുക്കിനി നേരെ ഗോവയിൽ പോയിട്ട്
ബീച്ചിൽ പോയിട്ടൊന്ന് നീന്തണം. എൻ്റെ പൊളിയായിരിക്കും. ഓക്കെ ഓക്കെ, എന്ത് പൊളിയായിരിക്കും ഗൈസ്, എന്ത് പൊളിയായിരിക്കും. എല്ലാവരും ബസ്സിൽ കയറ്. ഞാനാണ് ഡ്രൈവർ. ഓക്കെ ഗൈസ്, നമ്മളാണ് ഡ്രൈവർ. നമുക്കെന്തായാലും കയറാം. ഓക്കെ, എല്ലാവരും കയറുക ബസ്സിൽ, എല്ലാവരും കയറും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എല്ലാവരും ബസ്സിൽ കയറിയിട്ടുണ്ട്. നമ്മളിനി നേരെ ഗോവയിലേക്ക് പോവാണ് ഗൈസ്, നേരെ ഗോവയിലേക്ക് പോവാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കെന്തായാലും പോവാം. നല്ല ബസ്സാണ് തന്നിരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല, നല്ല ബാലൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, വെയിറ്റ് മിനിറ്റടാ, ബസ്സിന് എന്തോ ഒരു കുഴപ്പം ഉള്ളതുപോലെ തോന്നുന്നല്ലോ. ബസ് സൈഡാക്കാം. എടാ, എനിക്ക് തോന്നുന്നു ബസ്സിൻ്റെ ടയർ പഞ്ചറായി എന്ന് മാത്രം എന്നോട് പറയരുത്. ഓ ഷിറ്റ് മാൻ, ടയർ പഞ്ചറായി. എല്ലാവരും ഒന്ന് ഇറങ്ങുക, നമ്മുടെ വണ്ടിയുടെ ടയർ പഞ്ചറായി, എല്ലാവരും ഒന്ന് ഇറങ്ങും. ഓക്കെ എടാ, ഇവരൊന്നും എന്താ ഇതുവരെ ഇറങ്ങിയില്ലേ? എല്ലാവരും ഒന്ന് ഇറങ്ങുക. എന്താ പറ്റി ഫ്രാങ്ക്ലിന്? നിങ്ങൾ ഇറങ്ങിയോ? ആടാ മൈക്കിളെ, എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ ബസ്സിൻ്റെ ടയർ ഒന്ന് പഞ്ചറായി. ഇനി നമ്മളെ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ എനിക്കൊരാളെ അറിയാം ഫ്രാങ്ക്ലിനെ, ഒരു മെക്കാനിക്കലിനെ അറിയാം. ആ പുള്ളിനെ വിളിക്കുകയാണെങ്കിൽ പുള്ളി ഈ ടയർ മാറ്റി തരും. എന്താ? അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ വിളിക്ക്. എടാ ഫ്രാങ്ക്ലിനെ ഞാൻ ഇപ്പോൾ തന്നെ വിളിക്കാം. പുള്ളി ഇവിടെ അടുത്തല്ലേ, നമ്മൾ ദൂരമൊന്നും പോയില്ലല്ലോ, ഇവിടെ അടുത്ത് വെച്ച് തന്നെ പഞ്ചറായ എന്തായാലും നന്നായി. ഞാൻ എന്തായാലും പുള്ളീനെ വിളിക്കാം. എന്നാൽ പിന്നെ വേഗം തന്നെ വിളിക്ക്. ഓക്കെ ഗൈസ്, നമുക്ക് മൈക്കിളിന് മെക്കാനിക്കലേ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല, ടയറൊക്കെ മാറ്റി തരുമെന്നാണ് പറയുന്നത്. ഓക്കെടാ മൈക്കിളെ, നീ എന്തായാലും വേഗം തന്നെ ആ മെക്കാനിക്കലെ വിളിക്കാൻ നോക്ക്. ഓക്കെ അവിടെ ഫ്രാങ്ക്ലിൻ തന്നെ ഇപ്പം തന്നെ മെക്കാനിക്കലെ വിളിക്കാം. നമ്മൾ ദൂരമൊന്നും പോകാനത് ഭാഗ്യം, വീടിൻ്റെ അടുത്ത് തന്നെയല്ലേ നമ്മൾ എത്തിയുള്ളൂ, നമ്മൾ ഈ ജില്ല വിട്ട് പോയില്ലല്ലോ. ആടാ, അത് തന്നെ ഭാഗ്യം. ഓക്കെ ഓക്കെ, മൈക്കിള് വിളിച്ചിട്ടുണ്ട് പുള്ളീനെ, പക്ഷെ പുള്ളി ഇതുവരെ എടാ ഇയാളാണോ മൈക്കിള് പറഞ്ഞ മെക്കാനിക്കല്? അതെ, ഞാനാണ് മെക്കാനിക്കൽ. ഓക്കെ, എന്താണ് പറ്റിയത്? എന്താണ് പറ്റിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടയർ പഞ്ചറായി. എന്താ ടയർ പഞ്ചറാ? അതിനാണ് ഇവരെല്ലാം ഇറങ്ങി നിൽക്കുന്നത്. നിങ്ങളൊക്കെ അകത്ത് കയറി ഇരുന്നോ, ഞാൻ ടയർ മാറ്റിക്കോളാം. എന്താ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എടാ ചിഞ്ചനെ, നിങ്ങളൊക്കെ അകത്ത് കയറിയിരുന്നോ? നമ്മുടെ ഈ മെക്കാനിക്കൽ ഞാനും മാത്രം ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, എല്ലാവരും ബസ്സിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ മെക്കാനിക്കൽ, ഈ ഒരു ടയർ മാറ്റാൻ നോക്ക്, ഈ ഒരു പഞ്ചറായി. അത് നമ്മളിപ്പോൾ തന്നെ റെഡിയാക്കി തരാം. ഈ നിസ്സാര കാര്യത്തിനാണോ അത്രയും ടെൻഷൻ അടിക്കുന്നത്? അതൊക്കെ ഞാനേറ്റേ, മെക്കാനിക്കൽ ഞാനേറ്റേ. എന്താ? ഓക്കെ ഓക്കെ ഓക്കെ, കുറേ നേരമായി. മെക്കാനിക്കലെ ടയറൊക്കെ മാറ്റിയോ? ടയറൊക്കെ മാറ്റി, അതൊക്കെ നമ്മൾ പുഷ്പം പോലെ മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു കുഴപ്പമില്ല, ബസ് എടുത്തിട്ട് നിങ്ങൾ അങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോ. ഇനി ടയർ നല്ല ക്വാളിറ്റി ടയറാണ് വെച്ചിരിക്കുന്നത്, ഒരു കുഴപ്പവും പറ്റില്ല. എന്താ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ഗൈസ്, നമ്മുടെ മെക്കാനിക്കൽ പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ടയറൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്നാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്കിനി പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം നല്ല ക്വാളിറ്റിയുള്ള ടയർ ആയതുകൊണ്ട് നമുക്ക് പറ്റും. ചിലപ്പോൾ ഇനിയും ഇങ്ങനെ ടയർ പഞ്ചറാവാൻ ചാൻസ് ഉണ്ട്, കാരണം ഗോവ വരെയൊക്കെ പോകണ്ടല്ലോ, എന്തോരം ദൂരമുണ്ട് ഗൈസ്, എന്തോരം ദൂരമുണ്ട്. നമുക്കെന്തായാലും ഈ ഒരു ബസ് എടുത്തിട്ട് ഇനി പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ ദൂരം പോയിട്ട് ഇപ്പോഴത്തെ 4 ദിവസം കഴിഞ്ഞ് ഗൈസ്, നമ്മളങ്ങനെ ഗോവയിൽ എത്തിയിട്ടുണ്ട്. 4 ദിവസം കഴിഞ്ഞ്. പക്ഷെ നമ്മൾ ഒരു ലോഡ്ജ് എടുക്കണം, ലോഡ്ജല്ല, ഏതെങ്കിലും ഒരു റിസോർട്ട്. ഓക്കെ, നമ്മളങ്ങനെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ കയറി തങ്ങിയിട്ട് 4 ദിവസം ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യും ഗൈസ്. എന്നിട്ട് ഈ 4 ദിവസവും ഇവിടെ ഗോവയിലൊക്കെ നമ്മൾ കറങ്ങും. ഇന്ന് വൈകുന്നേരം നമ്മൾ ഈ ഒരു ഗോവയിൽ ബീച്ചിലോട്ട് പോകണം. ബീച്ച് ഇവിടെ അടുത്താണ്. അപ്പോൾ ബീച്ചിൻ്റെ അടുത്തുള്ള ലോഡ്ജല്ല, റിസോർട്ടാണ് നമ്മൾ എടുത്തത്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു റിസോർട്ടിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. നല്ല റൂംസൊക്കെ ആണെന്നാണ് പുള്ളി പറഞ്ഞത്, ഇതിൻ്റെ ഓണർ. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, കാശൊക്കെ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു ബെഡ്റൂം ഉണ്ട്. ഓക്കെ ഇവിടെ ഒരു അടിപൊളി ആംബിയൻസ് ഒക്കെ ഉണ്ട് ഗൈസ്, കുഴപ്പമില്ല. ഇത് ബീച്ചിൻ്റെ അടുത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി 4 ദിവസം ഈ ഒരു ഗോവയിൽ അടിച്ച് പൊളിക്കണം ഗൈസ്, അടിച്ച് പൊളിക്കണം. ഓക്കെ നമുക്കെന്തായാലും ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്ന് മൊത്തത്തിൽ നോക്കണം ഗൈസ്, ഇതിൻ്റെ മേളിലൊക്കെ കയറി നോക്കണം. അപ്പോൾ എന്തെങ്കിലും ഇനി വേറെ റൂംസ് ഉണ്ടോ എന്നൊക്കെ അറിയണം.
ഓക്കെ ഗൈസ്, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറും. വെയിറ്റ് മേ എടാ, ഇവരൊന്നും ഇതുവരെ ഇറങ്ങിയില്ല. എല്ലാവരും നിങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയല്ലേ? ഫ്രാങ്കമ്പേ ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന റിസോർട്ട്. ആടാ ഷിൻചാനെ, ആടാ മൈക്കിളെ, ആടാ ടോണി സ്റ്റാർക്ക്, ആടാ സിംഗം സാറേ, ആടാ ട്രെവറെ. നമ്മൾ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. കാശ് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടോ നമ്മൾ പറഞ്ഞില്ലേ? ഓക്കെ, ഇവിടെ ഫാനൊക്കെ കറങ്ങുന്നുണ്ട്. ഇവിടെ നമുക്ക് സോഫയൊക്കെ ഉണ്ട്. ഇവിടെ എന്താണ്? ഓക്കെ, ഇവിടെയാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, എല്ലാം ഉണ്ട്. നമുക്ക് ഇനി വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊന്ന് ഫ്രഷായിട്ട് ബീച്ചിൽ പോകാം. ഓക്കെ, അങ്ങനെ വൈകുന്നേരമായിട്ടുണ്ട്. നമ്മൾ ബീച്ചിൽ പോയിട്ട് നീന്താനൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ നേരെ ബീച്ചിൽ പോകും. എല്ലാവരും നമുക്ക് ബീച്ചിൽ പോകാം. ഓക്കെ ഗൈസ്, അടാ ഫ്രാങ്ക്ലിൻ, നമ്മളിനി ബീച്ചിലോട്ടല്ലേ പോകുന്നത്? ആടാ മൈക്കിളെ, നമ്മളിനി നേരെ ബീച്ചിലോട്ടാണ് പോകുന്നത്. എല്ലാവരും വാ, എന്നിട്ട് നമ്മുടെ ബസ്സിൽ കയറ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ബീച്ചിൽ പോയിട്ട് നീന്താം ഗൈസ്. ഓക്കെ, എല്ലാവരും വേഗം തന്നെ കയറ്. ആടാ ഫ്രാങ്ക്ലിൻ, ഇപ്പോൾ തന്നെ നമുക്ക് ബീച്ചിൽ പോയേക്കാം. ബീച്ച് ഇവിടെ അടുത്തല്ലേ? ആടാ ബീച്ച് ഇവിടെ അടുത്താണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ ബീച്ച് ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തി. ഇവിടെ പാർക്ക് ചെയ്യാൻ നമ്മുടെ വണ്ടി നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എല്ലാവരും ഇറങ്ങ്. നമുക്കിനി ഈ ബീച്ചിൻ്റെ ഉൾസൈഡിലോട്ട് പോവാം. നീന്തണം ഗൈസ്, എല്ലാവരും വേഗം ഇറങ്ങ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി 4 ദിവസം യാത്ര ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കാണുന്ന ഗോവ ബീച്ചിലെത്തിയിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങ്, നമുക്കെന്തായാലും ഈ ബീച്ചിൽ നീന്താം. ഓക്കെ, എടാ ഷിൻചനെ, ട്രെവറെ, മൈക്കിളെ, സോ ഇതാണ് നമ്മുടെ ഗോവ ബീച്ച്. ഇവിടെ പോയിട്ട് നീന്താം. എല്ലാവരും ഓടി വാ, നമുക്ക് പോയിട്ട് നീന്താം. ഓക്കെ ഫ്രാങ്കമ്പേ നമുക്ക് ഇതിനകത്ത് നീന്തി കളിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ? ആടാ ഇതിനകത്ത് നീന്താൻ നല്ല രസമായിരിക്കും. ഓക്കെ വാടാ, നമുക്ക് ഇതിനകത്ത് നീന്താം. ഓക്കെ, ഇവിടെ ഇങ്ങനത്തെ കുറേ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട് കണ്ടോ. മഴയൊക്കെ പെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താണ് സംഭവം? ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇത് എന്തോ സംഭവം, എന്തോ കടൽപ്പാലം പോലത്തെ എന്തോ ചെറിയൊരു സംഭവമാണ് ഗൈസ്. ഓക്കെ, നമുക്ക് നീന്താം. എല്ലാവരും വാ, നമുക്ക് ഇതിനകത്ത് നീന്താം. പിന്നെ നീന്താൻ അറിയാത്തവരൊന്നും ചടണ്ട, മുങ്ങിപ്പോവും. ഓക്കെ, എല്ലാവരും ഓടി വാ, നമുക്ക് നീന്താം. ഓക്കെ, വാ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഡാൻസ് കളിക്കാം. കാരണം എടാ മൈക്കിളെ, നീന്തുന്നില്ലേ? ഇല്ലടാ ഫ്രാങ്ക്ലിൻ, ഞാൻ നീന്തുന്നില്ല. അപ്പോൾ നമുക്കൊരു പണി, നമുക്കെല്ലാവർക്കും കൂടി ഒരു ഡാൻസ് കളിക്കാം. കാരണം ഗോവയിലൊക്കെ വന്നാലേ നമുക്ക് ഡാൻസ് കളിക്കാം. ഓടാ ഫ്രാങ്ക്ലിൻ, നമുക്ക് ഡാൻസ് കളിക്കാം. ഓക്കെ, വാ, നമുക്ക് ഡാൻസ് കളിക്കാം. കാരണം ഗോവ ബീച്ചിലൊക്കെ വന്നാലേ നമുക്ക് അടിച്ച് പൊളിക്കാം. അങ്ങനെ നമ്മൾ ഡാൻസ് കളിച്ച് മടുത്തു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഈ ബീച്ചിൽ ഒന്ന് നീന്താനും ഡാൻസ് കളിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ബീച്ചിൽ പോയി ഇന്ത്യൻ ഡാൻസ് കളിച്ചൂടെ? അതെന്തായാലും ഓട്ടെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയുടെ അഭിപ്രായം കാര്യമൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.